ഗോപീഷ്, ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വിവരം, കാണാതായ 138 പേരുടെ പട്ടിക സർക്കാർ പുറത്തുവിട്ടിട്ടുണ്ട്. അവരുടെ ചിത്രങ്ങൾ സഹിതം മേൽവിലാസമൊക്കെയുള്ള വിശദാംശങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ്. നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെ? അനുജ, 152 പേരുടെ വിവരങ്ങളാണ് ഇനി അറിയാനുള്ളത്. ഔദ്യോഗികമായി അങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം. അതിൽ 138 പേരുടെ, ചൂരൽമല ദുരന്തത്തിൽ കാണാതായ 138 പേരുടെ പേര് വിവരങ്ങളും മേൽവിലാസവും അവരെ കോൺടാക്ട് ചെയ്യേണ്ട അവരുടെ നമ്പറും അവരുടെ ചിത്രങ്ങളും സഹിതമാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം പുറത്തുവിട്ടിരിക്കുന്നത്. ഇതൊരു താൽക്കാലിക പട്ടികയാണ് എന്ന് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നുണ്ട്. ഈ പട്ടികയിൽ വിശദാംശങ്ങൾ എന്തെങ്കിലും ചേർക്കാൻ പൊതുജനങ്ങൾക്ക് കഴിയുമെങ്കിൽ ആ വിശദാംശങ്ങൾ നൽകണം എന്നും ആ നൽകാനുള്ളൊരു നമ്പറും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് നമുക്ക് വരാം. ഏതായാലും 138 പേരിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ചിലരുടെ പേരുകൂടി ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കൂടുതൽ പേരും ചൂരൽമല മുണ്ടക്കൈ മേഖലയിലുള്ളവരാണ്. അതോടൊപ്പം തന്നെ മേപ്പാടിയിലുള്ള ഏതാനും പേരും. ചിലരുടെ മേൽവിലാസം ബീഹാറാണ്. ചില ആളുകളുടെ കോൺടാക്ട് നമ്പറുകൾ ഇതിനകത്തില്ല. ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ആളുകളുടെ പേര്, അവരുടെ റേഷൻ കാർഡിന്റെ നമ്പർ, അതോടൊപ്പം അവരുടെ മേൽവിലാസം, പിന്നെ ഒരു ഇമ്മീഡിയറ്റ് റിലേറ്റീവ്, അതായത് ഏറ്റവും അടുത്ത ബന്ധുവിൻ്റെ പേര്, പിന്നെ അവരുമായിട്ടുള്ള ബന്ധം, റിലേഷൻ എന്താണെന്നുള്ളതും, അവരുടെ കോൺടാക്ട് നമ്പർ, അവരെ വിളിക്കാനുള്ള നമ്പർ, പിന്നെ അവരുടെ ചിത്രവും. ഇങ്ങനെ വിശദമായിട്ടൊരു പട്ടികയാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം പുറത്തിറക്കിയിരിക്കുന്നത്. ഈ പട്ടിക അപൂർണമാണ് എന്ന് അധികൃതർ അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലെ കൂടുതൽ വിശദാംശങ്ങൾ എന്തെങ്കിലും ഇതിനകത്ത് ചേർക്കാനുണ്ടെങ്കിൽ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അവർ അറിയിക്കേണ്ട നമ്പർ 8078409770 എന്നതാണ്. 8078409770. ഈ നമ്പറിൽ ആളുകൾക്ക് കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ഇവരെക്കുറിച്ച് അറിയുമെങ്കിൽ പറയാമെന്നുള്ളതാണ്. ഈ തേയില എസ്റ്റേറ്റിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളികളുടെ അടക്കമുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തിറക്കിയ ഈ 138 പേരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ബീഹാർ സ്വദേശികളുടെയും ഒഡീഷ സ്വദേശിയുടെയും ഒക്കെ മേൽവിലാസങ്ങൾ കാണുന്നുണ്ട്. എന്നാൽ ചില ആളുകളുടെ മേൽവിലാസങ്ങളോ മറ്റു കോൺടാക്ട് നമ്പറോ ഒന്നും തന്നെ വ്യക്തമല്ല. ആ കാര്യങ്ങൾ ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുമില്ല. അവരുടെ അടുത്ത ബന്ധുക്കൾ, ആ ബന്ധം എന്താണ്, അവരെ ബന്ധപ്പെടാനുള്ള നമ്പർ എന്താണ് എന്നതൊക്കെയാണ് ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ലഭിച്ചിട്ടുള്ള ചിത്രങ്ങളും നൽകിയിട്ടുണ്ട്. ആ സീരിയൽ നമ്പറിൽ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ആദ്യത്തെ പേര് വന്നിരിക്കുന്നത് ചിന്ന, അതിനുശേഷം രാജമ്മ, നിവേദ് കൃഷ്ണ, മുഹമ്മദ് നാസിൻ, നസീമ, ആരാധ്യ, മഹേഷ്, ബീരാൻ എന്നിങ്ങനെ തുടങ്ങിയിട്ടാണ് ഈ 138 പേരുടെയും പട്ടിക തയ്യാറാക്കി ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇവരെ കുറിച്ചിട്ട് അയൽവാസികൾക്കോ ഒപ്പം ജോലി ചെയ്തവരോ അതല്ലെങ്കിൽ ക്യാമ്പിൽ കഴിയുന്ന മറ്റാർക്കെങ്കിലും ഇവരെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും 154 പേരെ കണ്ടെത്താനുണ്ട് എന്നാണല്ലോ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത്. ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത് 138 പേരുടെ പട്ടികയാണ്. അതായത് ശേഷിക്കുന്നവരെ കുറിച്ച് ഇപ്പോൾ അത് ആരാണ് എന്നതിന്റെ വിവരങ്ങൾ ഇല്ല എന്നാണോ? അറിയിക്കുന്നത് ഇതൊരു താൽക്കാലിക പട്ടിക, അല്ലെങ്കിൽ ഇതൊരു കരട് പട്ടികയാണ്, ഒരു ഡ്രാഫ്റ്റ് ലിസ്റ്റാണ് ഈ പുറത്തിറക്കിയിരിക്കുന്നത്. അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ 154 പേരെയാണ് ഔദ്യോഗികമായി കാണാതായതായി സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ പട്ടിക പൂർണ്ണമല്ല എന്ന് നമുക്ക് ഉറപ്പായും പറയാം. ഈ പട്ടികയിൽ ഇനി ചേർക്കാനുള്ള വിവരങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ ഒരുപക്ഷെ ആളുകൾക്ക് അറിയാമെങ്കിൽ അവർക്ക് ഈ വിവരം ജില്ലാ ഭരണകൂടത്തെ അറിയിക്കാം. അതല്ല, അവരും ഇപ്പോൾ ഇവിടെ നടക്കുന്നത് സത്യത്തിൽ ഒരു ഡേറ്റ കളക്ഷനാണ്, വിവരങ്ങൾ ശേഖരിക്കുകയാണ് ഇപ്പോൾ നടക്കുന്നത് ഗ്രൗണ്ടിൽ. അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകൾക്ക് ഈ പറഞ്ഞ നമ്പറിൽ അവരെ അറിയിക്കാം. അതിനോടൊപ്പം തന്നെ മറ്റ് വിവരങ്ങളൊക്കെ ശേഖരിച്ച് ഈ പട്ടിക പുതുക്കാനുള്ള ശ്രമങ്ങൾ കൂടി നടക്കുന്നുണ്ട്. അതാണ് ഇതൊരു കരട് പട്ടികയായി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. പട്ടികയിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ആളുകളുടെ തന്നെ ചില ആളുകളുടെ പൂർണ്ണമായ വിവരങ്ങളില്ല. അങ്ങനെ പൂർണ്ണമായ വിവരങ്ങൾ ലഭ്യമാകുന്ന, അല്ലെങ്കിൽ അതറിയാവുന്ന ആരെങ്കിലും, പ്രദേശവാസികളോ അയൽക്കാരായിരുന്നവരോ ഒപ്പം ജോലി ചെയ്തിരുന്നവരോ സഹപ്രവർത്തകരായിരുന്നവരോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഏതെങ്കിലും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വിവരം ജില്ലാ ഭരണകൂടത്തെ അറിയിക്കാം. അങ്ങനെ ഒരു പുതുക്കിയ പട്ടിക വൈകാതെ തന്നെ പുറത്തിറക്കും. ഇപ്പോൾ റേഷൻ കാർഡിൽ നിന്നൊക്കെ ശേഖരിച്ചിട്ടുള്ള ചിത്രങ്ങളാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ചിത്രങ്ങൾ കണ്ട് തിരിച്ചറിയുന്നവരോ പേര് കൊണ്ട് തിരിച്ചറിയുന്നവരോ മേൽവിലാസം കണ്ട് തിരിച്ചറിയുന്നവരോ അങ്ങനെ ആരുണ്ടെങ്കിലും കൂടുതൽ വിവരങ്ങൾ അവർക്ക് അറിയിക്കാം. ഇവരുടെ ആരുടെയെങ്കിലും ഒക്കെ ബന്ധുക്കൾക്ക് മറ്റെന്തെങ്കിലും വിവരങ്ങൾ നൽകാനുണ്ടെങ്കിൽ അറിയിക്കാം. നമുക്കറിയാം അനുജ, ഈ ദുരന്തത്തിൽ ഏറ്റവും വലിയ അനിശ്ചിതത്വം ഉണ്ടാക്കുന്ന കാര്യം ഇപ്പോഴും എത്ര പേർ മരിച്ചു, എത്ര പേരെ കാണാതായി എന്നത് വ്യക്തമായ ഒരു കണക്കില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇതര സംസ്ഥാന തൊഴിലാളികളടക്കം രേഖകളിൽ ഉൾപ്പെടാതിരുന്ന ആളുകൾ എത്ര പേർ ഈ ദുരന്തത്തിന് ഇരയാക്കപ്പെട്ടിട്ടുണ്ടെന്ന കാര്യത്തിലും ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. തിരച്ചിൽ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. മൃതശരീരാവശിഷ്ടങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടെടുത്തത്. ഇന്നലെ ഒരു മൃതദേഹം പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്നും തിരച്ചിൽ ഊർജിതമായി നടക്കുന്നു. ഇങ്ങനെ ഒരു അനിശ്ചിതത്വം ഇതിനകത്ത് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ പട്ടിക ഇനിയും നീളും. ഈ പട്ടികയിൽ കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തേണ്ടി വരും. ഏതായാലും ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന പട്ടികയിൽ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു. ആ വിവരങ്ങളുടെ പേരിൽ ഒരു ഡേറ്റാബേസ് തയ്യാറാക്കുകയാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് 138 പേരുടെ പട്ടിക ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. അനുജ, ഗോപി, 138 പേരുടെ പട്ടിക പുറത്തു വരുമ്പോൾ അത് തിരച്ചിലിന് ഏത് തരത്തിൽ സഹായകരമാകുമെന്നാണ് കരുതേണ്ടത്?
വേണു, ഇതിനോടകം തന്നെ 154 പേരെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ അത് അവരെ കാണാനില്ല എന്ന വിവരം ഓൾറെഡി സർക്കാരിന്റെ കയ്യിലുണ്ട്. സ്വാഭാവികമായും ഈ പട്ടിക മൃതശരീരങ്ങൾ പൂർണ്ണമായി പുറത്തെടുക്കാൻ കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അടയാളം വെച്ച് അവരെ ആ മൃതദേഹങ്ങൾ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോലും തിരിച്ചറിയപ്പെടാതെ കിടന്നിരുന്ന മൃതദേഹങ്ങളിൽ ചിലരെ ബന്ധുക്കൾ തിരിച്ചറിയുകയും ആ മൃതദേഹം വിട്ടുകൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രകടമായ അടയാളങ്ങൾ കൊണ്ടുവരാൻ കഴിയുക, അല്ലെങ്കിൽ പ്രായം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മൃതശരീരത്തെ തിരിച്ചറിയാൻ സഹായിക്കുന്ന എന്തെങ്കിലും രേഖകളോ മറ്റോ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകും. അതാണ് ഇപ്പോൾ നടക്കുന്ന ഒരു പ്രൊസീജിയർ. അതിന് സഹായകരമാകും ഈ പട്ടിക പുറത്തിറക്കിയതെന്നാണ് കരുതുന്നത്. അതോടൊപ്പം തന്നെ കാണാതായവരുടെ പട്ടികയിൽ ഇനിയും കൂടുതൽ അംഗങ്ങൾ, ഒരുപക്ഷെ 154 എന്ന സർക്കാരിന്റെ കയ്യിലുള്ള കണക്കിന് അപ്പുറത്തേക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വിവരങ്ങൾ നൽകാനുണ്ടെങ്കിൽ അതിനുകൂടി ഇത് സഹായകരമാകും. പിന്നെ ഒപ്പം ഉണ്ടായിരുന്ന ആളുകൾ അവരെവിടെയാണ്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അവർ മറ്റെവിടെയെങ്കിലും സുരക്ഷിതരായി നിൽക്കുന്നുണ്ടോ എന്നൊക്കെ സംശയിച്ച് കഴിയുന്നവർ ഉണ്ടെങ്കിൽ അവർക്ക് ഈ പട്ടികയിൽ നോക്കി അവർക്ക് എന്തെങ്കിലുമൊക്കെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഇത് സഹായകരമാകും. തിരച്ചിലിനെ സംബന്ധിച്ച് തിരച്ചിൽ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതിന് ഈ പട്ടിക പ്രത്യേകിച്ച് സഹായിക്കാൻ എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വേണു. കാരണം പട്ടിക പുറത്തിറക്കിയത് ഒരു വിവരശേഖരണത്തിന്റെ കൂടി ഭാഗമായിട്ടാണ്. തിരച്ചിൽ ഒരു ഭാഗത്ത് നടക്കുന്നു. അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ശരീരങ്ങളോ ശരീരാവശിഷ്ടങ്ങളോ അതിലെന്തെങ്കിലും അടയാളങ്ങളോ ഒക്കെ അവശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യം ഈ പട്ടിക പുറത്തിരുന്നതുകൊണ്ട് അതുമായി മാച്ച് ചെയ്ത് ഇതിൽ ഒരു വ്യക്തത വരുത്താൻ കഴിയും എന്ന തരത്തിലാണ് ഈ പട്ടിക പ്രയോജനപ്പെടുക. വിവരങ്ങൾ നൽകിയത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 152 പേരെ കാണാനില്ല എന്നതായിരുന്നു ഔദ്യോഗിക കണക്ക്. അതിൽ 138 പേരുടെ വിവരങ്ങളാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ 71 പേരുടെ ചിത്രങ്ങൾ സഹിതമാണ് അതിൻ്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിടാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതിൽ ബീഹാർ, ഒഡീഷ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളുടെ വിശദാംശങ്ങൾ അടക്കമുണ്ട്. 138 പേരുടെ ചിത്രങ്ങൾ സഹിതമുള്ള പട്ടികയാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം പുറത്തുവിട്ടിരിക്കുന്നത്. ഗോപി, ഇവിടെ ഇനിയിപ്പോൾ ഈ തെരച്ചിലിൻ്റെ സ്വഭാവം ഏത് രൂപത്തിലാണ് മുന്നോട്ട് പോകുന്നത്? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? വേണു, തിരച്ചിൽ നമുക്ക് ഒരു അന്തിമ ഘട്ടത്തിലാണ് എന്ന് നമുക്ക് പറയാം. അത് പറയാൻ കാരണം ഇന്ന് തിരച്ചിൽ കുറെ കൂടി എല്ലാ മേഖലകളിലേക്കും, ഓരോ മുക്കിലും മൂലയിലേക്കും ഈ തിരച്ചിൽ ഇപ്പോൾ വ്യാപിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം ചൂരൽമല പ്രദേശത്തൊക്കെ ഈ ചൂരൽമല പുഴയുടെ ഇരുവശങ്ങളിലും ഉള്ള പാറക്കെട്ടുകൾ മാറ്റുക, അവിടുത്തെ മണ്ണ് കുഴിച്ചു നോക്കുക, ആ പ്രദേശങ്ങൾ ആകെ വൃത്തിയാക്കിക്കൊണ്ട് അവിടെയൊക്കെ എക്സ്കവേറ്റർ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് നടന്നിരുന്നെങ്കിൽ ഇന്ന് ചെളി മൂടിക്കിടക്കുന്ന ഈ ചൂരൽമലയുടെ ഈ താഴ്ഭാഗത്ത് കിടക്കുന്ന വീടുകളിലേക്കൊക്കെ സേനാംഗങ്ങൾ എത്തി അവർ കുത്തി നോക്കിക്കൊണ്ട് മണ്ണിനടിയിലേക്ക് പരിശോധന നടത്തുകയാണ്. അപ്പോൾ എല്ലാ ഇടങ്ങളിലേക്കും സൈന്യം ഈ തിരച്ചിൽ കുറെ കൂടി ഊർജിതമായി ഇന്ന് നടത്തുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, സൈന്യത്തിന് പുത്തുമലയിലും പെട്ടിമുടിയിലുമൊക്കെ സേന നടത്തിയിട്ടുള്ള തിരച്ചിൽ ഒരു ശാസ്ത്രീയമായ രീതിയുണ്ട്. അവരതിന് കൃത്യമായ കളങ്ങൾ വരച്ച് ആ ഭാഗം അടയാളപ്പെടുത്തി അവിടെ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഇറക്കി പരിശോധിക്കുക എന്നതാണ്. അതുകൊണ്ട് അത് ശാസ്ത്രീയമായി നടത്തുന്നതിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെയാണെങ്കിൽ ഒരു ഭാഗവും ഒരു പ്രദേശവും അത് അൺടച്ച്ഡ് ആയിട്ട് തൊടാതെ പോകില്ല. അതുകൊണ്ട് എല്ലാ ഇടങ്ങളിലേക്കും പരിശോധന എത്തുമെന്നുള്ളതാണ്. ഏതാണ്ട് സമാനമായ അതേ രീതിയല്ല എങ്കിലും സമാനമായ രീതിയിൽ ഒരു ഓപ്പറേഷനാണ് സൈന്യം ഇവിടെ നടത്തുന്നത്. എല്ലാ ഇടത്തേക്കും മണ്ണുമാന്തി യന്ത്രങ്ങളും ആളുകളും എത്തി അവിടെ പരിശോധിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഒരു പ്രദേശവും അങ്ങനെ തിരച്ചിലില്ലാതെ ഒഴിവാക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ അത് ഇവിടെ ഗ്രൗണ്ടിൽ കാണുന്നുണ്ട്. അങ്ങനെ എല്ലാ ഇടത്തേക്കും ഈ പരിശോധന ചെന്നെത്തുന്നു എന്നതാണ് ഇന്നത്തെ തെരച്ചിലിന്റെ പ്രത്യേകത. പക്ഷേ വേണു, നമുക്കറിയാം ഇന്നലെ വ്യാപകമായ തിരച്ചിൽ നടത്തി. അതോടൊപ്പം തന്നെ വളരെ ദുഷ്കരമായ ദൗത്യമായിരുന്നു സൂചിപ്പാറയ്ക്ക് താഴെയുള്ള സൺറൈസ് വാലിയിൽ സേനാംഗങ്ങൾ ഇറക്കിയിട്ടുള്ള പരിശോധന. ഇന്നലെ മൃതദേഹങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. 7 ശരീരഭാഗങ്ങളാണ് ഇന്നലെ കണ്ടെത്താൻ കഴിഞ്ഞത്. പക്ഷേ നാട്ടുകാർ പറയുന്നത് ഈ പ്രദേശത്ത് പ്രത്യേകിച്ച് മണ്ണ് ഏതാണ്ട് 40 അടി ഉയരത്തിൽ കിടക്കുന്ന സാഹചര്യത്തിൽ ഈ പ്രദേശങ്ങളിലേക്ക് മുണ്ടക്കൈയിൽ നിന്നുമൊക്കെ ഒലിച്ചെത്തിയിട്ടുള്ള മൃതദേഹങ്ങൾ ഇവിടെ അടിഞ്ഞുകൂടി കിടക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ്. നേരത്തെ ഇവിടെ ഈ പ്രദേശവാസിയായ വീട് നഷ്ടപ്പെട്ട പൊന്നൻ ചേട്ടൻ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അദ്ദേഹം ഉറപ്പ് പറയുന്നു അദ്ദേഹത്തിന്റെ അയൽവാസികൾ ചിലരെ കാണാതായിട്ടുണ്ട്. അവരടക്കം മുണ്ടക്കൈയിൽ നിന്ന് ഒലിച്ചു വന്നിട്ടുള്ള മൃതദേഹങ്ങളൊക്കെ ഈ പ്രദേശത്ത് കിടക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ പ്രദേശത്ത് മൂടിക്കെട്ടിക്കിടക്കുന്ന ചെളിയിലേക്കും വീടിനകത്ത് നിറഞ്ഞു കിടക്കുന്ന ചെളിയിലുമൊക്കെ കുഴിച്ചു നോക്കിയിട്ടുള്ള പരിശോധനയാണ് നടക്കുന്നത്. ആ അർത്ഥത്തിൽ വേണു, ഇന്ന് സൂക്ഷ്മവും സമഗ്രവുമായ ഒരു തിരച്ചിൽ നടക്കുന്നുണ്ട് എന്നാണ് പറയാനുള്ളത്. ശരി, ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കാണാതായവരുടെ പട്ടിക സർക്കാർ പുറത്തുവിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. 138 പേരുടെ പട്ടിക. അതിൽ അവരുടെ പേരുണ്ട്, റേഷൻ കാർഡ് നമ്പർ, അവരുടെ വിവരങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ലഭിക്കുകയാണെങ്കിൽ അത് അറിയിക്കാനുള്ള ഏറ്റവും അടുത്ത ബന്ധുവിൻ്റെ ഒരു കോൺടാക്ട് നമ്പർ, ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ പട്ടികയിലുള്ളത്. 138 പേരുടെ പേര് വിവരങ്ങൾ
ഒപ്പം തന്നെ ചിത്രം അടക്കം പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിൽ ഈ സ്ക്രീനിൽ കാണാൻ പ്രായമുള്ളവരുണ്ട്, സ്ത്രീകളുണ്ട്, കുട്ടികളുടേതൊക്കെ അടക്കം ആണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടേതുമുണ്ട്. ബീഹാർ, ഒഡീഷ എന്നിവിടങ്ങളിൽ നിന്നൊക്കെ എത്തിയ തൊഴിലാളികളുടേതുൾപ്പെടെ വിവരങ്ങളുണ്ട്. ഇത് അന്തിമമല്ല, ഇതൊരു കരട് പട്ടിക മാത്രമാണ്. പൂർണ്ണമായുള്ള പട്ടിക അതുടൻ പുറത്തു വിടും എന്നുള്ളതാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. ഇനി പരാതികൾ എന്തെങ്കിലും ഉണ്ട്, അതല്ല കൂടുതൽ വിവരങ്ങൾ അറിയിക്കാനുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനായുള്ളൊരു ഫോൺ നമ്പർ കൂടി സർക്കാർ പുറത്തു വിട്ടിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. കാണാതെ ആയവരുടെ കണക്ക് ഇന്നലെ 154 എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് 138 പേരുടെ പട്ടിക പുറത്തു വിടുമ്പോൾ ഇനിയുമുണ്ട് ഇതിൽ പെടാനുള്ള ആളുകൾ. അത്തരം വിവരങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ അറിയിക്കാനുള്ള നമ്പർ കൂടിയാണ്. ഒപ്പം ഈ ബന്ധുക്കളുടെ നമ്പർ ഇതിലിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് വിവരങ്ങൾ അറിയിച്ചാൽ അത് അവർ വന്ന് ഏറ്റെടുക്കുക എന്നൊക്കെയുള്ള നടപടികളിലേക്ക് കടക്കാൻ സഹായകരമാവുകയും ചെയ്യും.